കൊച്ചിയിൽ കോർപ്പറേഷൻ മേയറെ നിശ്ചയിക്കുന്നതിൽ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ഹൈക്കമാൻഡിനും KPCCക്കും ദീപ്തി മേരി വർഗീസ് പരാതി കൊടുത്തു. AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി എന്നിവർക്കും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനുമാണ് അവർ പരാതി നൽകിയിരിക്കുന്നത്. ഇതിനിടെ മേയർ തെരഞ്ഞെടുപ്പിലെ ഭിന്നതയെ തുടർന്ന് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുക്കാനുള്ള കോർ കമ്മിറ്റി യോഗത്തിൽ നിന്ന് എറണാകുളം ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ വിട്ടുനിന്നുവെന്നും വാർത്ത വരുന്നു. 24 ബ്രേക്കിംഗ് വാർത്തയുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, ഇവരെ അനുനയിപ്പിക്കാൻ നീക്കം നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർ കടുത്ത പരാതിയുമായി മുന്നോട്ട് പോവുകയാണല്ലോ. പറയൂ. ഗുഡ് മോർണിംഗ്, മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. പക്ഷേ കോൺഗ്രസിനകത്ത് കാര്യങ്ങൾ അത്ര ഹാപ്പിയല്ല. ദീപ്തിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിലും ദീപ്തി വിട്ടു നൽകാൻ തയ്യാറല്ല. പരാതിയുമായി ഇപ്പോൾ AICC നേതൃത്വത്തിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ദീപ്തി പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KPCC നിർദ്ദേശിച്ച ഒരു ചട്ടങ്ങളും പാലിച്ചിട്ടില്ല. KPCC നിരീക്ഷകൻ എത്തി തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുണ്ടായിരുന്നു, അത് പാലിച്ചിട്ടില്ല. മുതിർന്ന നേതാക്കൾക്ക് പരിഗണന നൽകണമെന്ന ഈ സർക്കുലറിൽ ഉണ്ടായിരുന്നു, അത് പാലിച്ചിട്ടില്ല. കേവലം ചില ഗ്രൂപ്പ് നേതാക്കൾ ഇരുന്ന് കൂടിയാലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. ഒപ്പം അവർ തന്നെ പുറത്തേക്ക് എത്തി ദീപ്തിക്ക് പിന്തുണയില്ല എന്ന് പറയുന്നതും ദീപ്തി അംഗീകരിച്ചിട്ടില്ല. കൗൺസിലർമാരൊക്കെ തനിക്കൊപ്പമാണ്. ആ വാദം ശരിയല്ല, തനിക്ക് പിന്തുണയില്ല എന്ന വാദം തെറ്റായി സമൂഹത്തിലേക്ക് പരക്കാനുള്ള സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് അത് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് ഈ വീഴ്ച ചൂണ്ടിക്കാണിച്ചാണ് DCC നേതൃത്വത്തിനെതിരെ ഇപ്പോൾ AICCക്ക് ദീപ്തി പരാതി നൽകിയിട്ടുള്ളത്. ദീപ്തിക്ക് പിന്തുണ നൽകി ഒരുപാട് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്നലെ അജയ് തെറയിൽ പരസ്യ പ്രസ്താവന നടത്തിയതാണ്. ഗ്രൂപ്പുകളുടെ നഗ്ന നൃത്തമാണ് കഴിഞ്ഞ ദിവസം DCCയിൽ നടന്നതെന്നാണ് അജയ് തെറയിൽ പ്രസ്താവിച്ചത്. ഒപ്പം തന്നെ മാത്യു കുഴൽനാടൻ പറഞ്ഞത്, ഈ പാർട്ടി അങ്ങനെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകാൻ ആരെയും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അത് ദീപ്തിക്കുള്ള ഒരു പരസ്യ പിന്തുണയാണ്. ആ പിന്തുണ ഒരു വശം ദീപ്തിക്ക് നൽകുമ്പോൾ അതിൽ വിരൽ ചൂണ്ടുന്നത് DCC നേതൃത്വത്തിനും മുഹമ്മദ് ഷിയാസിനുമെതിരെയാണ്. അവരാണിപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിന്നിരിക്കുന്നത്. DCCക്ക് അകത്ത് തന്നെ വലിയ വിയോജിപ്പുണ്ട്. അതിന്റെ ഒരു പരസ്യ പ്രതിഷേധമാണ് ഇന്നലെ ചേർന്ന ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ ചേർന്ന യോഗത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ വിട്ടുനിന്നു. അതായത് മേയർ തെരഞ്ഞെടുപ്പിൽ അനീതി കാണിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അവർ വിട്ടുനിന്നത്. അതുകൊണ്ട് ദീപ്തിക്ക് വലിയ പിന്തുണയുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ല എങ്കിൽ, ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ല എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. വലിയ സ്വാധീനം കോൺഗ്രസിനുള്ള ജില്ലയാണ് എറണാകുളം. അതിൽ ഒരു വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ട്. പക്ഷേ ദീപ്തി ആകട്ടെ പരാതിയുമായി അങ്ങ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.